നമ്മുടെ ജീവിതത്തിൽ എന്തു ദുരന്തവും സംഭവിക്കാവുന്ന ഒരു കാലമാണ്. രാത്രിയിൽ ഒന്നിച്ചിരുന്ന് സംസാരിച്ച പ്രിയപ്പെട്ടവർ രാവിലെ നമുക്കൊപ്പം ഇല്ല എന്നറിയുമ്പോൾ എന്തായിരിക്കും മാനസികാവസ്ഥ? അതേക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കൊച്ചി മുനമ്പത്തെ ഒരു വീട്ടിൽ സംഭവിച്ച ദുരന്തം അങ്ങേയറ്റം നടുക്കുന്നതാണ്. രാത്രിയിൽ ഭാര്യയുമായി ഫോണിൽ സംസാരിച്ച യുവാവ്, പിറ്റേന്ന് രാവിലെ ഭർത്താവിനെ കാണാൻ കാത്തിരുന്ന യുവതി. പക്ഷേ രാവിലെ ഉറക്കമെണീറ്റപ്പോൾ അറിഞ്ഞത് ഭർത്താവ് സ്മിനേഷിൻ്റെ മരണവിവരമാണ്. വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന സ്മിനേഷിന് അർദ്ധരാത്രിയിൽ എന്താണ് സംഭവിച്ചത്? ഇതോടൊപ്പം കണ്ണൂരിൽ കൂട്ടുകാരിയുടെ വീട്ടിലാണെന്ന് കള്ളം പറഞ്ഞ യുവതികൾ എത്തിപ്പെട്ട ലഹരിയെക്കണിക്കുറിച്ചും ഈ നാട്ടിലെ മാതാപിതാക്കൾ അറിയണം. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത കേസിൽ നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മരിച്ച യുവതിക്കൊപ്പം പ്രതി സുഗാന്ത് സ്നേഹിച്ച ആ യുവതി ആരാണ്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണോ? അർദ്ധരാത്രിയിൽ വീടിന് പുറത്തെന്തെങ്കിലും ശബ്ദം കേട്ടാൽ പുറത്തിറങ്ങാറുണ്ടോ? എങ്കിൽ സൂക്ഷിക്കണം. നമ്മുടെ വീടും പരിസരവും നിരീക്ഷിച്ച് കവർച്ചാ സംഘങ്ങൾ പുറത്തു പതിയിരിക്കുന്നുണ്ടാകാം. മോഷണത്തിനായി അവർ ആരെയും കൊല്ലാനും മടിക്കില്ല. എറണാകുളം മുനമ്പത്ത് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന യുവാവിനെയാണ് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. മുനമ്പം സ്വദേശി സ്മിനേഷിനെ വീട്ടിലെ കാർ പോർച്ചിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമെന്നാണ് സൂചന. രാത്രിയിലുണ്ടായ ക്രൂരമായ കൊലപാതകത്തിൻ്റെ നടുക്കത്തിലാണ് മുനമ്പം നിവാസികൾ. മുനമ്പം സ്വദേശി സ്മിനേഷിന്റെ തലയ്ക്ക് പിറകിൽ അടിയേറ്റ് രക്തം വാർന്ന നിലയിലാണ് കണ്ടെത്തിയത്. സ്മിനേഷിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മാലയും ഒരു മോതിരവും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് സുഹൃത്തായ പ്രജീഷ് അന്വേഷിച്ചു വന്നപ്പോഴാണ് മരണവിവരം പുറത്തറിയുന്നത്. സ്കൂൾ അധ്യാപികയായ സ്മിനേഷിന്റെ ഭാര്യ ഇരിങ്ങാലക്കുടയിലാണ് താമസിക്കുന്നത്. വാരാന്ത്യങ്ങളിൽ സ്മിനേഷ് ഇരിങ്ങാലക്കുടയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഭാര്യ മുനമ്പത്തെ വീട്ടിലേക്ക് വരികയോ ആണ് പതിവ്. കൊലപാതകം നടന്ന മുനമ്പത്തെ ഈ വീട്ടിൽ സ്മിനേഷ് ഒറ്റയ്ക്കായിരുന്നു താമസം. പലപ്പോഴും സ്മിനേഷ് വൈകി ജോലി കഴിഞ്ഞു വരുന്നത് കൊണ്ട് അച്ഛനും അമ്മയും അടുത്തു തന്നെയുള്ള സഹോദരന്റെ വീട്ടിലാണ് കഴിയുന്നത്. ജോലി കഴിഞ്ഞ് പറവൂരുള്ള സുഹൃത്ത് പ്രജീഷിന്റെ വീട്ടിലെത്തിയ സ്മിനേഷ് കഴിഞ്ഞ രാത്രി 10 മണിയോടെയാണ് അവിടെ നിന്ന് മുനമ്പത്തെ വീട്ടിലേക്ക് പോന്നത്. പിറ്റേന്ന് രാവിലെ പതിവായുള്ള ഫോൺ കോൾ കാണാതായതിനെ തുടർന്ന് സ്മിനേഷിന്റെ വീട്ടിലെത്തി നോക്കിയപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ വീടുകളിൽ വിൽപ്പനയ്ക്കായി തേയിലയും കറി പൗഡറും വീട്ടുപകരണങ്ങളുമൊക്കെയായി കുറച്ച് ചെറുപ്പക്കാർ വരാറില്ലേ? ജീവിക്കാൻ മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വെയിലും മഴയുമൊക്കെ കൊണ്ട് യുവാക്കൾ മാർക്കറ്റിംഗ് ജോലിക്കായി ഓരോ വീടുകളും കയറിയിറങ്ങുന്നത്. ടാർഗറ്റ് നേടിയില്ലെങ്കിൽ അവരുടെ ജോലി പോലും നഷ്ടപ്പെടാം. ഇങ്ങനെ കൊച്ചിയിലെ ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ ടാർഗറ്റ് എത്തിക്കാത്തതിൻ്റെ പേരിൽ യുവാക്കൾ നേരിട്ട തൊഴിൽ പീഡനത്തെക്കുറിച്ച് അറിഞ്ഞാൽ മനസ്സാക്ഷിയുള്ളവരുടെ ഉള്ളു കൊള്ളും. ബെൽറ്റ് കൊണ്ട് അടിക്കുന്നതിനൊപ്പം അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് നിർത്തും. തോർത്ത് നനച്ചടിക്കും. പടം ശരീരത്തിലേക്ക് എറിയുകയും അസഭ്യം പറയുകയും ചെയ്യും. ജീവനക്കാർ നേരിട്ട കൊടിയ പീഡനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ജീവനക്കാർ പാൻസൂരി കഴുത്തിൽ ബെൽറ്റ് ധരിച്ച് നായ്ക്കളെ പോലെ മുട്ടിലിഴയണം. പിന്നെ തറയിൽ നിന്നും നാണയം നക്കിയെടുക്കണം. പുറത്ത് പറയാൻ പോലും സാധിക്കാത്ത പീഡനങ്ങളാണ് നടന്നതെന്ന് മുൻ ജീവനക്കാർ പറയുന്നു. എല്ലാവരും നിരത്തി നിർത്തും. എന്നിട്ട് പാൻറ് എല്ലാവരും അഴിക്കും. എന്നിട്ട് പരസ്പരം അങ്ങാട്ടും ഇങ്ങാട്ടും പിടിച്ചുകൊണ്ടിരിക്കാൻ പറയും. എന്നിട്ട് പിന്നെ കുറെ പച്ചക്ക് തണ്ടക്കും തള്ളക്കും കുറെ തെറിയൊക്കെ കേൾക്കേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, ഈ പണ്ടത്തെ പോലീസുകാരൊക്കെ കൊടുക്കണ, പണ്ട് കാലത്തെ ആൾക്കാർ കൊടുക്കണ പണിഷ്മെന്റ് ഇല്ലേ, ഈ വായിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് വായിലിരിക്കാൻ വേണ്ടി കസേരയിലിരിക്കണ പോലെ കൈ നീട്ടി കാൽ മുട്ടുമടക്കിട്ട്
അതേപോലെ ഇരിക്കണം വായിൽ. അത് ഇച്ചിരി ഉപ്പൊന്നുമല്ല, ഒരു കറിക്കറിന് ഉപ്പൊന്നുമല്ല, ഒരു കയ്യിലുപ്പാണ്. ഉന്നുപോലെ എടുത്തിട്ട് വായിട്ടായിട്ട് വായിലിരിക്കണോലിരിക്കാൻ പറയും. അങ്ങനെയാണ് അത് എനിക്കിട്ട് കിട്ടിയപ്പോഴാണ് ഞാൻ നിർത്തി പോകുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഈ താഴെ പഴമൊക്കെ ഇട്ടിട്ട്, ചീന പഴമൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കുപ്പി ഇട്ടിട്ട് നക്കാനൊക്കെ പറയും. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. തേയില, കറി പൗഡർ പോലുള്ള വസ്തുക്കൾ വീടുകളിൽ കയറി വിൽപ്പന നടത്തുന്നവരാണ് സ്ഥാപനത്തിലെ ജീവനക്കാർ. എറണാകുളം കലൂരിലുള്ള സ്വകാര്യ സ്ഥാപനത്തിലാണ് തൊഴിൽ പീഡനം നടന്നതെന്നാണ് ആദ്യം പുറത്തുവന്ന വിവരം. വാർത്തയെ തുടർന്ന് സ്ഥാപനത്തിൽ പോലീസ് പരിശോധന നടത്തി. ഈ നിലവിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങളാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതിൽ ജോസഫ് ഈ പറഞ്ഞ ഇൻസിഡന്റ് നടന്നു എന്ന് പറയുന്നത് പോലത്തുള്ള ഒരു ഫ്ലോറിൽ നിന്നൊരു ഒരാൾക്കൊരു ടൈ കെട്ടി കൊടുക്കുന്നൊരു ദൃശ്യങ്ങൾ കണ്ടു. ഞാനിവിടെ കംപ്ലീറ്റ് പരിശോധിച്ചിട്ടും അത്തരത്തിലുള്ള ഒരു ഫ്ലോറോ മറ്റു കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞില്ല. അത് ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ പെരുമ്പാവൂരുള്ള ഈ സ്ഥാപനത്തിന്റെ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനത്തിന് അവിടുത്തെ നേരത്തെ പറഞ്ഞ ഷുഹൈലോ അയാൾ വിളിച്ചതനുസരിച്ച് പോയിരുന്നു. ഡിസ്ട്രിബ്യൂട്ടർ ആയതുകൊണ്ട് ഈ പറഞ്ഞ ചില ഗിഫ്റ്റുകൾ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റ് പ്രൈസുകൾ കൊടുക്കാനോ പലപ്പോഴും പോകാറുണ്ട്. അതിന്റെ ഒരു വിഷ്വലാണെന്നാണ് അയാൾ പറയുന്നത്, അയാൾ അവകാശപ്പെടുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ ഇൻസിഡന്റ് അവിടെയാണോ എന്നുള്ളത് പെരുമ്പാവൂർ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരത് ക്ലാരിഫൈ ചെയ്യണം. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി വി ശിവൻകുട്ടി ലേബർ ഓഫീസറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഞാൻ ഈ വിവരം ടെലിവിഷനിലൂടെ അറിഞ്ഞുകൊണ്ടേ തന്നെ പരാതിക്കൊന്നും കാത്തു നിന്നില്ല. അപ്പോൾ തന്നെ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറിന് സംഭവ സ്ഥലത്ത് പോകാനും പോയി കാര്യങ്ങൾ പരിശോധിച്ച് അടിയന്തരമായ റിപ്പോർട്ട് 2 ദിവസം തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു തർക്കവും വേണ്ട, ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ആവശ്യമായ കർശന നടപടി എടുക്കും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഈ കാര്യം. പെരുമ്പാവൂരിലെ കെൽട്രോ ഗ്രൂപ്പിനെതിരെയാണ് ആരോപണമെന്നും ഈ സ്ഥാപനത്തിന്റെ ഉടമയെ മറ്റൊരു പരാതിയിൽ നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും സംഭവത്തിന്റെ വീഡിയോയുടെ ആധികാരികതയിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു. അതേസമയം വിവിധ യുവജന സംഘടനകൾ സ്ഥാപനത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തൊഴിലാളികളെ പീഡിപ്പിച്ചാൽ ഇട്ടിക്കേറി തല്ലും ഞങ്ങൾ, താക്കീതല്ലെന്ന് വെല്ലുവിളി. ന്യൂസ് 18 കൊച്ചി. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയിലെ പ്രതി തസ്ലീമ സുൽത്താന എങ്ങനെയാണ് സിനിമാ താരങ്ങളുമായി അടുത്തത്? എക്സൈസിൻ്റെ അന്വേഷണത്തിൽ പുറത്തുവന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ലഹരിക്ക് പുറമെ സിനിമാ താരങ്ങളുമായി പെൺവാണിഭ ഇടപാടുകളും തസ്ലീമ നടത്തിയിരുന്നു എന്നതിൻ്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഒരു പ്രമുഖ നടന് പെൺകുട്ടിയെ എത്തിച്ചു നൽകിയതായും യുവതി എക്സൈസിന് മൊഴി നൽകി. അതേസമയം ആലപ്പുഴയിലെ നക്ഷത്ര ഹോട്ടലിൽ നടന്ന നിശാ പാർട്ടിയുമായി ഹൈബ്രിഡ് കഞ്ചാവ് കേസിന് ബന്ധമുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ 1-ാം പ്രതി തസ്ലീമ സുൽത്താനയുടെ ഫോൺ പരിശോധനയിൽ നിന്നുമാണ് പെൺവാണിഭ കച്ചവടങ്ങളെ സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവരുന്നത്. ലഹരി ഇടപാടുകൾക്ക് പുറമെ സിനിമാ മേഖലയിലെ ഉന്നതരുമായി പെൺവാണിഭത്തിന് ഇടനിലക്കാരിയായി തസ്ലീമ പ്രവർത്തിച്ചു. ഒരു പ്രമുഖ താരത്തിന് മോഡലിന്റെ ചിത്രം അയച്ചു നൽകി വില പറഞ്ഞതിന്റെ തെളിവുകളും എക്സൈസിന് ലഭിച്ചു. 25,000 രൂപയ്ക്ക് വാട്സ്ആപ്പ് ചാറ്റിൽ കണ്ട യുവതിയെ നടന് എത്തിച്ചു നൽകിയതായും തസ്ലീമ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു. 5,000 രൂപയാണ് ആ ഇടപാടിൽ തന്റെ ലാഭമെന്നും അവർ പറഞ്ഞു. ആലപ്പുഴ പുന്നമടയിൽ പ്രമുഖ ഹോട്ടലിൽ നടന്ന ടിക്കറ്റ് വെച്ചുള്ള നിശാപാർട്ടികളുമായി ബന്ധപ്പെട്ടും എക്സൈസും പോലീസും അന്വേഷിക്കുന്നുണ്ട്. ഫെബ്രുവരി 28, മാർച്ച് 8 തീയതികളിലായാണ് പാർട്ടി സംഘടിപ്പിച്ചത്. എറണാകുളത്ത് നിന്നുമാണ് ഏറ്റവും കൂടുതൽ യുവതി-യുവാക്കൾ ടിക്കറ്റ് വാങ്ങി ആലപ്പുഴയിലെത്തിയത്. വനിതാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പരസ്യത്തിൽ സ്ത്രീകൾക്ക് സൗജന്യമായി മദ്യം നൽകുമെന്നും ഓഫറുണ്ടായിരുന്നു. മദ്യമല്ല ലഹരിയാണ് ലക്ഷ്യമെന്ന് ലോക്കൽ പോലീസിന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും നോർത്ത് പോലീസും പരിശോധന നടത്തിയതിനെ തുടർന്ന്
പദ്ധതി പൊളിയുകയായിരുന്നു. കണ്ണൂരിലെ യുവ വ്യവസായിയെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതിയായ അനൂപിന്റെ നേതൃത്വത്തിലായിരുന്നു നിശ പാർട്ടി. കേസിൽ എക്സൈസിന്റെ ഇന്റലിജൻസ് വിഭാഗം പ്രത്യേക അന്വേഷണം ആരംഭിച്ചു. ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് തായ്ലാന്റിൽ നിന്നാണെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകൾ മറികടന്ന് കഞ്ചാവ് എങ്ങനെ ഇന്ത്യയിൽ എത്തിച്ചുവെന്നും വിദേശത്തേക്ക് നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളുമാണ് ഇന്റലിജൻസ് വിഭാഗം പരിശോധിക്കുന്നത്. തസ്ലീമ സുൽത്താനയും സിനിമയിലെ ലഹരി പെൺവാണിഭ സംഘങ്ങളുമായുള്ള വിശദാംശങ്ങളും ഒക്കെ പുറത്തുവരുമ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട്. കോടികൾ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് തസ്ലീമ ആലപ്പുഴയിൽ ആർക്ക് നൽകാനായി എത്തി? ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൂട്ടുകാരികളുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് നിങ്ങളുടെ മക്കൾ പുറത്തു പോകാറുണ്ടോ? അവരെവിടേക്കാണ് പോകുന്നതെന്ന് മാതാപിതാക്കൾ അന്വേഷിക്കാറുണ്ടോ? കണ്ണൂരിൽ കൂട്ടുകാരിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞിറങ്ങിയ 2 യുവതികളെ സുഹൃത്തുക്കൾക്കൊപ്പം ലഹരി കേസിൽ പൊക്കിയപ്പോഴാണ് അച്ഛനമ്മമാർ ആ നടുക്കുന്ന സത്യം അറിഞ്ഞത്. മക്കൾ ലഹരിക്കടിമകളാണ്. ലഹരി സംഘങ്ങളുമായിട്ടാണ് അവരുടെ സൗഹൃദം. കൂട്ടുകാരിയുടെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ യുവതികളെയാണ് MDMAയുമായി പിടികൂടിയത്. 2-3 ദിവസമായി യുവതികൾ കണ്ണൂർ തളിപ്പറമ്പിലെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ച് ലഹരി ഉപയോഗമായിരുന്നു. എക്സൈസിന്റെ പരിശോധനയിൽ 2 യുവതികൾ ഉൾപ്പെടെ 4 പേരെ അറസ്റ്റ് ചെയ്തു. പെരുന്നാൾ ദിവസം സുഹൃത്തിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ യുവതികൾ പല സ്ഥലങ്ങളിൽ മുറിയെടുത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചു വരികയായിരുന്നു. വീട്ടിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോൾ കൂട്ടുകാരികൾ ഫോൺ പരസ്പരം കൈമാറി വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചു. എക്സൈസ് പിടികൂടിയപ്പോൾ മാത്രമാണ് മക്കൾ ലോഡ്ജിലാണെന്ന് വീട്ടുകാർക്ക് മനസ്സിലായത്. തളിപ്പറമ്പിലെ ലോഡ്ജിൽ ദിവസങ്ങളായി മുറിയെടുത്ത് യുവതിയുവാക്കൾ ലഹരി ഉപയോഗിച്ചിരുന്നതായി എക്സൈസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇരിക്കൂർ സ്വദേശിനി റഫീന, കണ്ണൂർ സ്വദേശിനി ജസീന എന്നിവർക്കൊപ്പം മട്ടന്നൂർ സ്വദേശി മുഹമ്മദ് ഷംനാദ്, വളപട്ടണം സ്വദേശി മുഹമ്മദ് ജംഷിൽ എന്നിവരും പിടിയിലായിട്ടുണ്ട്. ഇവരിൽ നിന്ന് 490 മില്ലിഗ്രാം MDMAയും ടെസ്റ്റ് ട്യൂബുകളും സിറിഞ്ചുകളും പിടികൂടി. ലഹരി ഇടപാടിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും എക്സൈസ് അന്വേഷിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഷാജി VV, അഷ്റഫ് മലബട്ടം, പ്രിവന്റീവ് ഓഫീസർമാരായ നികേഷ്, ഫെമിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ലോഡ്ജിലെ പരിശോധന. യുവാക്കൾക്ക് ആരാണ് ലഹരി എത്തിച്ചു നൽകിയതെന്നും അന്വേഷിക്കുന്നുണ്ട്. പിടിയിലായവർ ലഹരിക്ക് അടിമകളെന്നാണ് എക്സൈസ് നൽകുന്ന വിവരം. ന്യൂസ് 18 കണ്ണൂർ. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്ത് സുഗാന്തിനെ കൂടാതെ മറ്റൊരു യുവതിയും സംശയനിഴലിലാണ്. തിരുവനന്തപുരം സ്വദേശിനിയായ യുവതിയുമായി സുഗാന്ത് അടുപ്പത്തിലായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥ ആശുപത്രിയിൽ ഗർഭചിത്രം നടത്താനായി പോയത് ഈ യുവതിക്കൊപ്പമാണ്. തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തിയതിന് തെളിയിക്കുന്ന രേഖകൾ ന്യൂസ് 18 ലഭിച്ചു. സുഗാന്തിനെ വിവാഹം കഴിക്കണമെന്ന് IB ഉദ്യോഗസ്ഥരായ 2 യുവതികളും വാശി പിടിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ.
2024 ജൂലൈ മാസം 4-ാം തീയതി തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് യുവ IB ഉദ്യോഗസ്ഥ ഗർഭചിത്രം നടത്തിയതിനു ശേഷം ഫാർമസിയിൽ നിന്ന് വാങ്ങിയ മരുന്നിന്റെ കുറിപ്പടിയാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ സുഗാന്ത് സുരേഷിന് തിരുവനന്തപുരം സ്വദേശിനിയായ മറ്റൊരു IB ഉദ്യോഗസ്ഥയുമായി ഉണ്ടായിരുന്ന രഹസ്യബന്ധം യുവതി അറിഞ്ഞതോടെയാണ് ഇരുവർക്കുമിടയിൽ തർക്കങ്ങൾ തുടങ്ങിയത്. കൂടൽ സ്വദേശിനിയായ IB ഉദ്യോഗസ്ഥയുമായുള്ള ബന്ധം ദൃഢമാകും മുമ്പേ തിരുവനന്തപുരം സ്വദേശിനിയുമായി സുഗാന്ത് ഏറെ അടുത്തിരുന്നുവെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. സുഗാന്തിനെ വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി ഒരേ സമയം 2 യുവതികളും വാശി പിടിച്ചതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത്. ജീവനൊടുക്കിയ 24-കാരിയുടെ സുഹൃത്തായിരുന്ന ഈ IB ഉദ്യോഗസ്ഥയുമായി വിവാഹത്തിന്റെ പേരിൽ തർക്കമുണ്ടായതായും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ സംഭവം വിവാദമായതോടെ മാനസികമായി തളർന്ന തിരുവനന്തപുരം സ്വദേശിനി ഇപ്പോഴും മാനസികാരോഗ്യ വിദഗ്ധരുടെ ചികിത്സയിൽ തുടരുകയാണെന്നാണ് സൂചന. അതേസമയം കേസിൽ പ്രതി ചേർത്ത സുഗാന്ത് സുരേഷിനെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം IBയും പോലീസും ചേർന്ന് ഊർജിതമാക്കിയിരിക്കുകയാണ്. തൃശൂർ ചാവക്കാടുള്ള സുഗാന്ത് സുരേഷിന്റെ മാതാവിന്റെ തറവാട്ടിലും പാലക്കാടുള്ള മാതൃ സഹോദരന്റെ വീട്ടിലും അന്വേഷണ സംഘം തിരച്ചിൽ നടത്തിയെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതായാണ് വിവരം. സുഗാന്തിന്റെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ ഏറ്റവും ഒടുവിൽ ലഭിച്ചത് പോണ്ടിച്ചേരിയിൽ നിന്നാണെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. ഇയാൾ കുടുംബസമേതം ചെന്നൈയിലേക്ക് കടന്നതായുള്ള അഭ്യൂഹങ്ങളെ തുടർന്ന് പോലീസ് പരിശോധന ഇവിടെയും ഊർജിതമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് 24 രാവിലെ ചാക്കയ്ക്കടുത്ത് റെയിൽവേ ട്രാക്കിന് സമീപത്തു കൂടി നടന്നു നീങ്ങുകയായിരുന്ന രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ജീവനക്കാരിയായ IB ഉദ്യോഗസ്ഥ ട്രെയിൻ വരുന്നത് കണ്ടതോടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ട്രാക്കിലേക്ക് കയറി നിൽക്കുകയായിരുന്നു. 25 മീറ്റർ അടുത്തുവെച്ച് തുടർച്ചയായി ഹോൺ മുഴക്കിയിട്ടും ട്രാക്കിൽ നിന്ന് മാറാൻ ഉറക്കെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും യുവതി ഇത് വകവയ്ക്കാതെ അവിടെ തന്നെ തുടരുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷിയായ ലോക്കോ പൈലറ്റ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ കേസിൽ ഒരാഴ്ച പിന്നിടുമ്പോഴും പ്രതി സുഗാന്തിനായി ഇരുട്ടിൽ തപ്പുകയാണ് അന്വേഷണ സംഘം. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിന്റെ നിലപാട് നിർണായകമാണ്. അതിനിടെ ജാമ്യാപേക്ഷയിൽ എതിർവാദത്തിനായി യുവതിയുടെ കുടുംബം പ്രത്യേക അഭിഭാഷകനെ നിയോഗിച്ചു. മകൾ എല്ലാ തരത്തിലും ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് തെളിവുകളിലൂടെ വ്യക്തമായതായി പിതാവ് പറയുന്നു. നീതിക്കായി ഏതറ്റം വരെയും പോകാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഹൃത്തും സഹപ്രവർത്തകനുമായ സുഗാന്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. യുവതി മാനസികമായും സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്യപ്പെട്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ കുടുംബം പോലീസിന് കൈമാറിയതിന് പിന്നാലെയാണ് നടപടിയുണ്ടായത്. മകൾ ചൂഷണം ചെയ്യപ്പെട്ടു എന്നതിന്റെ തെളിവുകൾ പോലീസ് കൃത്യമായി കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്നും മേഘയുടെ പിതാവ് പറഞ്ഞു. പിന്തിരിപ്പിക്കണം എന്നായിരുന്നു ഉദ്ദേശം. പക്ഷേ അതിനുശേഷവും സാമ്പത്തിക ചൂഷണം പിന്നെയും നടന്നിട്ടുണ്ട്. അവർ തമ്മിൽ വീണ്ടും യാത്ര ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളെല്ലാം നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് സാമ്പത്തികമായിട്ട് ചൂഷണം നടന്നതായിട്ടും എല്ലാം തെളിവുകൾ നമ്മൾ പോലീസ് കൈമാറിയിട്ടുണ്ട്. മേഘയുടെ അമ്മയുടെ ഫോണിലേക്ക് സുഗാന്ത് സന്ദേശം അയച്ച് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നും പിതാവ് പറഞ്ഞു. നമ്മളെ അതായത് അവന് താല്പര്യം ഇല്ല, ഒഴിവാക്കണം എന്ന രീതിയിൽ ആണ് അമ്മയ്ക്ക് മെസ്സേജ് കൊടുത്തത്. അവളെ നിങ്ങളെങ്ങനെയെങ്കിലും പറഞ്ഞ് ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ. സുഗാന്ത് കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷത്തിലെ വാദങ്ങളും യുവതിയുടെ കുടുംബം തള്ളിയിരുന്നു. IB ഉദ്യോഗസ്ഥ ട്രെയിൻ തട്ടി മരിച്ചതിൽ യുവതിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയായിരുന്നു സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. തങ്ങൾ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നെന്നും വീട്ടുകാർ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തെന്നായിരുന്നു ഹർജിയിലെ ആക്ഷേപം. യുവതി മരിച്ച് 1.5 ആഴ്ച പിന്നിടുമ്പോഴും സുഗാന്ത് ഒളിവിലാണ്. ഇയാൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട.
ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ ഒരിക്കലും സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യമിടാറില്ല. കയ്യിൽ ആവശ്യത്തിന് പണമുള്ളവരെയാണ് പല വാഗ്ദാനങ്ങൾ നൽകി സമീപിക്കുന്നത്. കൊച്ചിയിൽ ഹൈക്കോടതി മുൻ ജഡ്ജി വരെയും തട്ടിപ്പിൻ്റെ ഇരയായത് ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. റിട്ടയർഡ് ജഡ്ജിയിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൻ്റെ അന്വേഷണമെത്തിയത് കണ്ണൂരിലേക്കാണ്. കേസിൽ തലശ്ശേരി സ്വദേശികളായ 3 യുവാക്കളെ കൊച്ചി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ കൂടുതൽ പേർ പിടിയിലാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. റിട്ടയർഡ് ജഡ്ജി ശശിധരൻ നമ്പ്യാരുടെ പക്കൽ നിന്നും 90 ലക്ഷം രൂപയാണ് ഓൺലൈൻ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തത്. സംഘത്തിലെ 3 പേരാണ് കൊച്ചി സൈബർ പോലീസിന്റെ പിടിയിലായത്. തലശ്ശേരി സ്വദേശികളായ മുഹമ്മദ് ഷാ, മുഹമ്മദ് ഷർജിൽ, മിർഷാദ് എന്നിവരാണ് പിടിയിലായത്. കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ പേരിലായിരുന്നു തട്ടിപ്പ്. 90 ലക്ഷം രൂപയിൽ നിന്ന് ഏകദേശം ഒരു 10-30 ലക്ഷം രൂപയോളം ഇവർ വഴിയാണ് ഡീൽ ചെയ്തതെന്നാണ് മനസ്സിലായത്. അപ്പോൾ ഇവർ അത് നമ്മൾ തന്നെ നാട്ടിലെ ഇസാഫ് ബാങ്ക്, തലശ്ശേരി ഇസാഫ് ബാങ്കിൽ നിന്ന് അവർ ഈ ക്യാഷ് വിത്ഡ്രോ ചെയ്യുന്നതായിട്ടുള്ള വീഡിയോയും മറ്റും ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ അവരിലേക്ക് എത്തി. അപ്പോൾ അവരെ ഞങ്ങൾ പിടിച്ചപ്പോൾ അവരുടെ പണം വാങ്ങിക്കൊണ്ട് പോയിട്ട് ക്രിപ്റ്റോ കറൻസി ആക്കി മാറ്റി യഥാർത്ഥ ലിങ്കിലേക്ക് അയക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെയും കൂടെ ലഭിച്ചു. അങ്ങനെ 3 പ്രതികളാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഇപ്പോൾ പ്രമുഖരായ ആളുകളുടെ ഓൺലൈൻ ചീറ്റിങ്ങിലൂടെ പണം നഷ്ടപ്പെടുന്നത് ഇപ്പം സാധാരണമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ ആയിരുന്നാലും ഇത്തരം കേസുകളിൽ പ്രതികൾ പിടിക്കപ്പെടുന്നുണ്ട് എന്ന ആളുകൾ അറിയണം. ഡിസംബറിലാണ് തട്ടിപ്പ് നടന്നത്. അമിതമായ ലാഭവിഹിതമാണ് പ്രതികൾ വാഗ്ദാനം ചെയ്തത്. തുടർന്ന് ജഡ്ജിയെ ഇവർ ആദിത്യ ബിർല ഇക്വിറ്റി ലേണിംഗിന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേർത്തു. പിന്നീടാണ് പണം തട്ടിയത്. പിടിയിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഓൺലൈൻ ഗെയിമുകളിലൂടെ കുട്ടികളും ഇത്തരം കുറ്റകൃത്യത്തിന്റെ ഭാഗമാകുന്നുണ്ടെന്ന് SHO ഷമീർ ഖാൻ. ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ പണം കിട്ടുന്നതായിട്ട് ചില പരസ്യങ്ങളൊക്കെ കാണാറില്ല ഓൺലൈനിൽ. അപ്പോൾ അത്തരം പരസ്യങ്ങളിലൂടെ നമ്മൾ വിചാരിക്കുന്നത്, പലപ്പോഴും കുട്ടികൾ വിചാരിക്കുന്നത് ലീഗലായിട്ടുള്ള പണമായതെന്നാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത്തരം കാര്യങ്ങൾ അവർ ബൈഫോർക്കറ്റ് ചെയ്ത് പല ജോലികൾ പലരെ ഏൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ ഇവരെ ഏൽപ്പിക്കാൻ ഇവർ വിചാരിക്കും ഇവർ ചെയ്ത ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ ലഭിച്ച ലാഭമാണെന്ന് വിചാരിക്കും. പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല. നമ്മുടെ മാന്യമായ പണമല്ല ഈ ലഭിക്കുന്നത്. ഇവരുടെ അനധികൃതമായിട്ട് ലഭിക്കുന്ന ഈ സമ്പാദ്യം ഇവരിലൂടെ മാറിയെടുക്കുകയാണ് ചെയ്യപ്പെടുന്നത്. അത് പലപ്പോഴും കുട്ടികളോ അവരുടെ മാതാപിതാക്കളോ അറിയുന്നില്ല. അറസ്റ്റിലാവുമ്പോഴാണ് അറിയുന്നത് താൻ ചെയ്ത ഒരു വലിയ കുറ്റകൃത്യമായിരുന്നുവെന്നും അതിന്റെ ഭാഗമാണ് താനെന്നും. പിടിയിലായ പ്രതികൾക്ക് പുറമെ 6 പേരുടെ വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. പ്രതികൾക്ക് വടക്കേന്ത്യൻ തട്ടിപ്പ് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. സൈബർ തട്ടിപ്പിനെതിരെ എത്രയൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയാലും കുറഞ്ഞ സമയം കൊണ്ട് വലിയ ലാഭമെന്ന് കേട്ടാൽ ഇന്നും ആ കെണിയിൽ വീഴുന്നവരുണ്ട്. ഇത് കൃത്യമായി അറിയാവുന്ന തട്ടിപ്പ് സംഘം പുതിയ രീതികളിലൂടെ നമ്മുടെ മുന്നിലെത്താം. അതിനായി അവർ പല തന്ത്രങ്ങളും പ്രയോഗിക്കും. ടാസ്ക് തട്ടിപ്പ് എന്ന പേരിലാണ് ഇപ്പോൾ ഓൺലൈൻ തട്ടിപ്പുകാർ രംഗത്തുള്ളത്. പ്രശസ്ത മറാത്തി നടൻ സാഗർ കരന്തയ്ക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടത് 61 ലക്ഷം രൂപയാണ്. വീഡിയോ ലൈക്കുകളും ഷെയറുകൾക്കും പണമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചാണ് പണം തട്ടിയത്. ഇതുപോലുള്ള കെണികളിൽ വീഴാതിരിക്കാൻ സ്വയം തിരിച്ചറിവാണ് വേണ്ടത്. പണം നിക്ഷേപിച്ചാൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്ന സോഷ്യൽ മീഡിയയിലൂടെയുള്ള തട്ടിപ്പിലൂടെയാണ് താരത്തിന് പണം നഷ്ടമായത്. തട്ടിപ്പുകാരുടെ വാഗ്ദാനത്തിൽ വിശ്വാസം വെച്ച സാഗർ നിരവധി തവണ പണം കൈമാറുകയായിരുന്നു. ടാസ്ക് തട്ടിപ്പ് എന്ന പേരിൽ നടന്ന സൈബർ തട്ടിപ്പിലൂടെ താരത്തിന് നഷ്ടമായത് 61 ലക്ഷം രൂപയാണ്. തുടക്കത്തിൽ നിക്ഷേപിച്ച തുകയ്ക്ക് കൃത്യമായ പ്രതിഫലം നടന് ലഭിച്ചിരുന്നു. ഇത്തരത്തിൽ താരത്തിന്റെ വിശ്വാസം നേടിയെടുത്ത തട്ടിപ്പുകാർ കൂടുതൽ പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു. പണം നൽകിയെങ്കിലും തിരികെ ഒന്നും ലഭിച്ചില്ല. തുടർന്ന് സംഭവത്തിൽ സംശയം തോന്നിയ സാഗർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണത്തിൽ 3 പേർക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചു. തട്ടിപ്പുകൾക്ക് ഇരയാവുന്നതിൽ കൂടുതലും വീഡിയോ ലൈക്കുകൾക്കും ഷെയറുകൾക്കും പ്രതിഫലം എന്ന വാഗ്ദാനത്തിൽ വീണുപോകുന്നവരാണ്. ഇതിൽ സാധാരണക്കാർ മുതൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവരും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ ജീവനക്കാരുമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ചെറിയ ടാസ്കുകൾക്ക് പണം നൽകി വിശ്വാസം നേടിയ ശേഷം വലിയ തുക ലക്ഷ്യമിട്ട് നിക്ഷേപം ആവശ്യപ്പെടുന്നതാണ് ഇത്തരം തട്ടിപ്പുകളുടെ രീതി. പൊതുജനങ്ങൾ ഇത്തരത്തിലുള്ള കപട വാഗ്ദാനങ്ങളെ സൂക്ഷ്മതയോടെ സമീപിക്കണമെന്നും സൈബർ സുരക്ഷാ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു.
ന്യൂസ് 18 മുംബൈ. പിള്ളേരെ പിടുത്തക്കാർ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന കെട്ടുകഥ പണ്ട് മുതലേ നമ്മൾ കേൾക്കാറുള്ളതാണ്. എന്നാൽ അത് വെറും വ്യാജ പ്രചരണമല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘം പലയിടങ്ങളിലും ഉണ്ടാകാം. പാലക്കാട് ട്രെയിനിൽ നിന്ന് 1 വയസ്സുള്ള കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചൊരു സംഭവമുണ്ടായി. ഒഡീഷ സ്വദേശികളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ തമിഴ്നാട് സ്വദേശി പിടിയിലായി. ട്രെയിനിൽ അമ്മയ്ക്കൊപ്പം ഉറങ്ങുകയായിരുന്ന കുഞ്ഞിനെ പ്രതി തട്ടിയെടുത്ത് കടന്നു കളയുകയായിരുന്നു. കേസിൽ ദിണ്ടിഗൽ സ്വദേശി വെട്രിവേലിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. ഇന്നലെ രാത്രി 12:30യോടെയാണ് സംഭവം. ഒഡീഷയിൽ നിന്ന് ആലുവയിലേക്കുള്ള ടാറ്റാ നഗർ എക്സ്പ്രസിലാണ് ദമ്പതികൾ വന്നിരുന്നത്. കമ്പാർട്ട്മെന്റിൽ ആളുകൾ കുറവായതിനാൽ ഹമീസ കുഞ്ഞിനൊപ്പം സീറ്റിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഈ സമയത്താണ് കുഞ്ഞിനെ വെട്രിവേൽ തട്ടിയെടുത്തത്. തൃശൂർ എത്തിയപ്പോഴാണ് കുട്ടിയെ കാണാതായത് ദമ്പതികൾ അറിയുന്നത്. ദമ്പതികൾ റെയിൽവേ പോലീസുമായി ബന്ധപ്പെട്ട് കുഞ്ഞിനായുള്ള അന്വേഷണം ആരംഭിച്ചു. എന്നാൽ കുഞ്ഞിനെ എവിടെ വെച്ചാണ് കാണാതായതെന്ന് ഉറക്കത്തിലായതിനാൽ അറിയാനായിരുന്നില്ല. കുഞ്ഞിന്റെ ചിത്രം കാണിച്ച് തെരച്ചിൽ പോലീസ് ആരംഭിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് വാവിട്ട് കരയുന്ന കുഞ്ഞുമായി ഒരു യുവാവിനെ ഒലവക്കോട് കാണുന്നത്. സംശയം തോന്നിയ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് നടത്തിയ ഇടപെടലാണ് കുഞ്ഞിനെ കണ്ടെത്താൻ സഹായിച്ചത്. കുഞ്ഞ് യുവാവിൻ്റെതാണോ എന്ന ചോദ്യത്തിന് മദ്യപിച്ച് ലക്കുകെട്ട യുവാവ് ആദ്യം അതേ എന്ന് ഉത്തരം പറഞ്ഞു. പിന്നാലെ നിങ്ങളുടെ കുഞ്ഞാണെങ്കിൽ എടുത്തോളൂ എന്നായിരുന്നു വെട്രിവേൽ നൽകിയ മറുപടി. ഇതോടെ നാട്ടുകാർ യുവാവിനെ തടഞ്ഞുവെച്ച് വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ ദിണ്ടിഗൽ സ്വദേശി വെട്രിവേലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് 18 പാലക്കാട്. പോലീസ് പട്രോളിന് പോകുന്നത് മലപ്പുറം മഞ്ചേരിയിലേക്കാണ്. മഞ്ചേരിയിൽ SBI ATM കൗണ്ടർ തകർത്ത് കവർച്ചാശ്രമം. പുലർച്ചെ ബൈക്കിലെത്തിയ സംഘം കൗണ്ടർ തകർക്കാൻ ശ്രമിച്ചെങ്കിലും കവർച്ച നടന്നില്ല. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് പ്രതികൾക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നുണ്ട്. കള്ളന്മാരെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. മഞ്ചേരി കോഴിക്കോട് റോഡിൽ ഇന്ത്യൻ മാളിന് സമീപം പുലർച്ചെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM കൗണ്ടർ തകർത്താണ് പണം കവർച്ച ചെയ്യാൻ ശ്രമമുണ്ടായത്. ബൈക്കിലെത്തിയ സംഘമാണ് കവർച്ചാ ശ്രമത്തിന് പിന്നിലെന്നാണ് നിഗമനം. ATM കൗണ്ടറിന്റെ മുൻവശം തകർത്ത നിലയിലാണ്. ശബ്ദം കേട്ട് സമീപവാസികൾ ഉണർന്നതിനെ തുടർന്ന് മോഷ്ടാക്കൾ ഉടൻ തന്നെ ബൈക്കിൽ രക്ഷപ്പെട്ടു. സംഭവസ്ഥലത്തെത്തിയ മഞ്ചേരി പോലീസ് പരിശോധന നടത്തി. കൗണ്ടറിലെ പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. കവർച്ചാശ്രമം നടത്തിയവരെ തിരിച്ചറിയുന്നതിനായി പോലീസ് സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ബൈക്കിലെത്തിയ സംഘത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. പണം നഷ്ടപ്പെടാത്തത് വലിയ ആശ്വാസമാണെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് 18 തിരൂർ. കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ ശുചിമുറിയിൽ ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. ASI ദീപ, സിവിൽ പോലീസ് ഓഫീസർ ശ്രീജിത്ത് എന്നിവരെ സസ്പെൻഡ് ചെയ്തു. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ജാഗ്രത കുറവാണ് ആത്മഹത്യ കാരണമെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അമ്പലവയൽ സ്വദേശി ഗോകുലിനെ സ്റ്റേഷനിലെ ശുചിമുറിയിൽ തൂങ്ങിയ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഗോകുൽ മരിച്ച സംഭവത്തിലാണ് ASI ദീപ,
CPO ശ്രീജിത്ത് എന്നിവരെ സസ്പെൻഡ് ചെയ്തത്. കസ്റ്റഡിയിലെടുത്ത യുവാവിന്റെ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ജാഗ്രതക്കുറവുണ്ടായി എന്ന പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതേസമയം ഗോകുലിന്റേത് ആത്മഹത്യ അല്ല, കൊലപാതകമാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. പോലീസ് സ്റ്റേഷനിൽ തൂങ്ങി മരിച്ചെന്ന് വിശ്വസിക്കാനാകില്ല. ഗോകുലിനെ കിട്ടിയാൽ വിടില്ലെന്ന് കൽപ്പറ്റ CI പറഞ്ഞതായി കുടുംബം ആരോപിച്ചു. ഗോകുലിന് പ്രായപൂർത്തിയായില്ലെന്ന് തെളിയിക്കുന്ന രേഖ നേരത്തെ പുറത്തു വന്നിരുന്നു. നിയമവിരുദ്ധമായാണ് പ്രായപൂർത്തിയാകാത്ത ഗോകുലിനെ സ്റ്റേഷനിൽ എത്തിച്ചത്. ആധാർ കാർഡിൽ 2007 മെയ് 30 ഗോകുലിന്റെ ജനന തീയതിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗോകുലിന് 17 വയസ്സും 10 മാസവുമാണ് പ്രായം. FIR-ൽ പോലീസ് രേഖപ്പെടുത്തിയത് ഗോകുലിന്റെ ജനനവർഷം മാത്രമാണ്. ജനന തീയതി തെളിയിക്കുന്ന രേഖകളെല്ലാം പോലീസ് കസ്റ്റഡിയിലാണ്. 17 വയസ്സുകാരനെ പ്രായപൂർത്തിയായതായി കാട്ടിയത് പോക്സോ കേസിൽ പ്രതി ചേർക്കാൻ എന്നാണ് ആക്ഷേപം. കഴിഞ്ഞ ദിവസമാണ് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ ഗോകുലിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദിവസങ്ങൾക്ക് മുൻപ് ഗോകുലിനെയും പ്രദേശവാസിയായ പെൺകുട്ടിയെയും കാണാതായിരുന്നു. അന്വേഷണത്തിനിടെ മാർച്ച് 31 വൈകിട്ടോടെ ഇരുവരെയും കണ്ടെത്തി. ഇരുവരെയും കൽപ്പറ്റയിൽ എത്തിച്ച ശേഷം പെൺകുട്ടിയെ വീട്ടുകാർക്കൊപ്പം വിട്ടയച്ചു. ഗോകുലിനെ പോലീസ് സ്റ്റേഷനിൽ തന്നെ നിർത്തി. ഇതിനിടെ ശുചിമുറിയിൽ പോകണമെന്ന് പറഞ്ഞു പോയ ഗോകുലിനെ ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാതായതോടെ പോലീസുകാർ നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 കൽപ്പറ്റ. മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ തിരക്കേറിയതോടെ സാഹസിക യാത്രയും ഒരു പതിവ് കാഴ്ചയാണ്. കാറിലും ബൈക്കുകളിലും എത്തുന്ന ചെറുപ്പക്കാരാണ് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് ഭീതി വിതയ്ക്കുന്നത്. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിലാണ് ഒരു സംഘം യുവാക്കൾ കാറിൻ്റെ വിൻഡോയിലിരുന്ന് യാത്ര ചെയ്തത്. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ സാഹസിക യാത്ര നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും പോലീസ് നൽകുന്നു. മൂന്നാറിൽ വീണ്ടും വാഹനത്തിൽ യുവാക്കളുടെ സാഹസിക യാത്രയും വീഡിയോ ചിത്രീകരണവും. മൂന്നാർ ഗ്യാപ്പ് റോഡിലാണ് കേരള രജിസ്ട്രേഷൻ വാഹനത്തിൽ യുവാക്കൾ നിയമലംഘനം നടത്തിയത്. ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരാണ് യുവാക്കളുടെ സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത്. കഴിഞ്ഞ ദിവസവും മൂന്നാറിൽ സാഹസിക യാത്ര നടത്തിയ യുവാക്കളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ലോക്ക്ഹാർട്ട് ഭാഗത്ത് വെച്ചാണ് യുവാക്കൾ സാഹസിക യാത്രയ്ക്ക് മുതിർന്നത്. കാറിന്റെ ഡോറിൽ കയറിയിരുന്നായിരുന്നു യുവാക്കളുടെ അഭ്യാസ പ്രകടനം. ഒപ്പം ഇവർ ഇതിന്റെ വീഡിയോ ചിത്രീകരണവും ചെയ്തു. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തി തുടങ്ങിയിട്ടുണ്ട്. നാളുകൾക്ക് മുമ്പ് വരെ ഗ്യാപ്പ് റോഡിൽ വാഹനത്തിലുള്ള സാഹസിക യാത്ര ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. സമാന സംഭവങ്ങൾ വർദ്ധിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടിയും പരിശോധനയും കടുപ്പിച്ചു. നിയമലംഘകർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിരുന്നു. ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഇതിനുശേഷം സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണം കുറഞ്ഞിരുന്നു. ന്യൂസ് 18 മൂന്നാർ. എമ്പുരാൻ സിനിമാ വിവാദത്തിന് പിന്നാലെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ ഒന്നൊന്നായി ലക്ഷ്യമിടുകയാണ് കേന്ദ്ര ഏജൻസികൾ. ഗോകുലം ഗോപാലിന് ശേഷം സംവിധായകനും നടനുമായ പൃഥ്വിരാജിനാണ് പിടിവീണിരിക്കുന്നത്. പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നു. 3 ചിത്രങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദീകരണം തേടിയാണ് നോട്ടീസ്. ഏപ്രിൽ 29-നകം മറുപടി നൽകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വാഭാവിക നടപടിയെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം.
ചിത്രത്തിനെതിരെയും നടപടി ഉണ്ടാകുമെന്ന ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ നിർമ്മാതാവും വ്യവസായിയുമായ ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിൽ ED റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പൃഥ്വിരാജിനെതിരെയുള്ള IT നടപടി. 2022 പുറത്തിറങ്ങിയ പൃഥ്വിരാജ് നായകനായ കടുവ, ജനഗണമന, ഗോൾഡ് എന്നീ ചിത്രങ്ങളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നാണ് ആദായനികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ചിത്രങ്ങളിൽ അഭിനേതാവെന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല. എന്നാൽ സഹനിർമ്മാതാവെന്ന നിലയിൽ 40 കോടിയോളം രൂപ പൃഥ്വിരാജ് സ്വന്തമാക്കിയെന്നാണ് കണ്ടെത്തൽ. നിർമ്മാണ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിൽ വ്യക്തത വരുത്തണമെന്ന് ആദായനികുതി വകുപ്പ് ആവശ്യപ്പെട്ടു. മാർച്ച് 29-നാണ് കൊച്ചി ആദായനികുതി വകുപ്പ് ഓഫീസിൽ നിന്നും പൃഥ്വിരാജിന് നോട്ടീസ് അയച്ചത്. ഏപ്രിൽ 29-നകം വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. ആന്റണി പെരുമ്പാവൂർ, ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവരുടെ ഓഫീസുകളിൽ 2022 ഡിസംബർ 15-ന് ആദായനികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് നോട്ടീസ് നൽകിയതെന്നും എമ്പുരാൻ ചിത്രവുമായി ബന്ധമില്ലെന്നുമാണ് ആദായനികുതി വകുപ്പിന്റെ വിശദീകരണം. ന്യൂസ് 18 കൊച്ചി. EDയുടെ റെയ്ഡിൽ ഗോകുലം ഗോപാലിന് പിടിവീഴുമോ? പ്രവാസികളിൽ നിന്ന് ഗോകുലം ഫിനാൻസ് ചിട്ടിക്കായുള്ള പണം പിരിച്ചത് റിസർവ് ബാങ്ക് ചട്ടങ്ങൾ ലംഘിച്ചെന്ന് കണ്ടെത്തൽ. 598 കോടി രൂപ പണമായും ചെക്കായും സമാഹരിച്ചതും വൻതുക തിരിച്ചു നൽകിയതും ഫെമ ചട്ടലംഘനമെന്നാണ് ED പറയുന്നത്. 1.5 കോടി കണ്ടെത്തിയ കോഴിക്കോട്ടെയും ചെന്നൈയിലെയും റെയ്ഡിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുന്നതായും ED അറിയിച്ചു. അതിനിടെ എമ്പുരാൻ സിനിമ നിർമ്മാണത്തിനായി ചെലവഴിച്ച പണം സംബന്ധിച്ചും പരിശോധന തുടങ്ങിയിട്ടുണ്ട്. തമിഴ്നാട്ടിലും കേരളത്തിലുമായി ഗോകുലം ഗ്രൂപ്പിന്റെ 10 കേന്ദ്രങ്ങളിലായിരുന്നു ED റെയ്ഡ്. ആദ്യം കോഴിക്കോടും പിന്നീട് ചെന്നൈയിലുമായി ഗോകുലം ഗോപാലനെ 7 മണിക്കൂർ ചോദ്യം ചെയ്തു. ഫെമ, RBI ചട്ടങ്ങളുടെ ലംഘനമുണ്ടായതായി ED കണ്ടെത്തി. 592.54 കോടി രൂപ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ച് സ്വീകരിച്ചു. 370.80 കോടി രൂപ പണമായും 220.74 കോടി രൂപ ചെക്കായുമാണ് സ്വീകരിച്ചത്. ചെന്നൈ കോടമ്പാക്കത്തെ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്നും 1.5 കോടി രൂപയും പിടിച്ചെടുത്തു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച ശേഷം ഗോകുലം ഗോപാലനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് EDയുടെ തീരുമാനം. വിദേശത്തു നിന്നും എത്തിയ പണമാണ് എമ്പുരാൻ സിനിമ നിർമ്മാണത്തിനടക്കം ഉപയോഗിച്ചതെന്നാണ് EDയുടെ വിലയിരുത്തൽ. ഗോകുലം ഗോപാലൻ ഡയറക്ടറായ കമ്പനികൾ മറ്റ് സ്ഥാപനങ്ങളിൽ നടത്തിയ നിക്ഷേപങ്ങളും അന്വേഷണ പരിധിയിലുണ്ട്. 2017 ആദായനികുതി വകുപ്പും 2023 EDയും ഗോകുലം ഗോപാലിനെതിരെ അന്വേഷണം നടത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. മാസപ്പടി കേസിന് പിന്നാലെ വീണ വിജയനെ ലക്ഷ്യമിട്ട് വീണ്ടും SFIയുടെ നീക്കം. വീണയ്ക്കെതിരെ വീണ്ടും ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് SFIO. എംപവർ ഇന്ത്യയിൽ നിന്നും വായ്പയെടുത്ത ശേഷം തിരിച്ചടയ്ക്കാതെ എക്സാലോജിക്ക് പൂട്ടിയെന്ന കേസിൽ ബംഗളൂരുവിലായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക. അതിനിടെ വീണയെ പ്രതി ചേർത്ത SFIO സമർപ്പിച്ച കുറ്റപത്രത്തിൽ സൂക്ഷ്മ പരിശോധന നടത്തുന്നുണ്ട്. കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു.
വിജയൻ ഉൾപ്പെടെ 13 പേരെ പ്രതി ചേർത്ത് ഇന്നലെയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രം പരിശോധിച്ച് കോടതി പ്രതികൾക്ക് നോട്ടീസ് അയക്കും. വീണയ്ക്കെതിരെ മറ്റൊരു കുറ്റപത്രം കൂടി SFIO കോടതിയിൽ സമർപ്പിക്കും. CMRLന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാതെ എക്സാലോജിക്ക് പൂട്ടിയെന്നാണ് കേസ്. ബംഗളൂരുവിലെ കോടതിയിലായിരിക്കും കുറ്റപത്രം നൽകുക. വീണ വിജയൻ, എക്സാലോജിക് CGM ഫിനാൻസ് ഓഫീസർ P. സുരേഷ് കുമാർ, CMRL MD ശശിധരൻ കർത്ത എന്നിവർക്കെതിരെയാണ് പ്രോസിക്യൂഷൻ അനുമതി. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ വീണ വിജയന്റെ അറസ്റ്റിന് സാധ്യതയേറിയിരിക്കുകയാണ്. വിചാരണ നടപടികൾക്ക് തൊട്ടുമുൻപായി SFIO പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തണം. വീണ അടക്കമുള്ളവർക്ക് ഉടൻ SFIO സമൻസ് അയക്കും. ഇതിനിടെ SFIO റിപ്പോർട്ട് വന്നതോടെ കേസിൽ EDയും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രതികൾക്കായി EDയും വൈകാതെ സമൻസ് നൽകുമെന്നാണ് നിയമവൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിനിടെ SFIO കുറ്റപത്രം റദ്ദാക്കാൻ പ്രതികൾ കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട്. സേവനമില്ലാതെ 2.7 കോടി രൂപ കൈപ്പറ്റിയെന്ന കണ്ടെത്തലിലാണ് വീണ വിജയനും എക്സാലോജിക്കിനും CMRLനുമെതിരെ നടപടി. 2024 ജനുവരിയിൽ തുടങ്ങിയ അന്വേഷണത്തിലാണ് 14 മാസങ്ങൾക്ക് ശേഷം കുറ്റപത്രം സമർപ്പിച്ചത്. കൊച്ചി. ആലപ്പുഴയിലെ ഒരു വീട്ടിൽ നടന്ന മോഷണം അല്പം കൗതുകമുള്ള കഥയാണ്. വീട്ടിൽ നിന്ന് 15 പവൻ സ്വർണം കവർന്നെന്ന് യുവതി പോലീസിൽ പരാതി നൽകുന്നു. പോലീസിന്റെ അന്വേഷണം എത്തിയത് മറ്റാരിലേക്കുമല്ല, യുവതിയുടെ ഭർത്താവ് തന്നെയാണ് സ്വർണം എടുത്തതെന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ആലിശ്ശേരി സ്വദേശിനിയായ ഷംന ജോലിക്ക് പോയ സമയത്താണ് വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം ഭർത്താവ് ഷെഫീക്ക് മോഷ്ടിച്ചത്. ഷംനയുമായി അകന്നു കഴിയുന്ന ഷെഫീക്ക് ഇടയ്ക്ക് വീട്ടിലെത്താറുള്ളതാണ്. അതിനിടെ 7.25 പവൻ സ്വർണം മോഷ്ടിക്കുകയായിരുന്നു. ഇങ്ങനെ ഭർത്താക്കന്മാരുമായി പിണങ്ങിക്കഴിയുന്നവർ പണവും സ്വർണവുമൊക്കെ സൂക്ഷിച്ചാൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്നാണ് ഈ കേസ് ഓർമ്മപ്പെടുത്തുന്നത്. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.